So welcome back to our channel. So നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 2 ആണ്. അതായത് പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സോ നമ്മൾ നേരത്തെ മൊഡ്യൂൾ 2ന്റെ പകുതി പഠിച്ചത് ത്രെഡ്സ് എന്താണെന്നാണ്. ഇനി ത്രെഡിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയ ടോപ്പിക്കാണ് പ്രോസസ് ഷെഡ്യൂളിംഗ്. സോ പ്രോസസ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പ്രോസസ് ഷെഡ്യൂളേഴ്സ് അല്ലെങ്കിൽ ഷെഡ്യൂളേഴ്സ്. All the jobs that enter the system are kept in the job pool. All processes in the job pool are in the job queue. അപ്പോൾ മെയിൻലി ഒരു സിസ്റ്റത്തിൽ എൻ്റർ ആവുന്ന എല്ലാ ജോബും ജോബ് പൂളിലായിരിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ പ്രോസസ്സ് ഇപ്പോൾ ജോബ് പൂളിലുള്ള എല്ലാ പ്രോസസ്സും എന്തിലായിരിക്കും? ജോബ് ക്യൂയിലായിരിക്കും. The operating system must select for scheduling purposes the processes from these queues in some fashion. The selection process is carried by appropriate scheduler. So ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം ഈ ഓരോ സെലക്ട് ചെയ്യാം. ജോബ് ക്യൂ ഇന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. ഫോർ ഷെഡ്യൂളിംഗ് പർപ്പസിന് വേണ്ടി സെലക്ട് ചെയ്യും ഈ ക്യൂവിൽ നിന്ന്. ആ സെലക്ഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഈ അപ്രോപ്രിയേറ്റ് ഷെഡ്യൂളർ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഷെഡ്യൂളറിൻ്റെ മെയിൻ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. അതായത് ജോബ് സിസ്റ്റത്തിൽ എൻ്റർ ആവുന്ന ജോബ്സിനെ ആദ്യം ജോബ് പൂളിൽ കൊണ്ടുപോയി കെപ്റ്റ് ചെയ്യും. ആ ജോബ് പൂളിൽ ഈ പ്രോസസ്സൊക്കെ ഒരു ജോബ് ക്യൂ ആയിട്ട് നിൽക്കും. ഈ ജോബ് ക്യൂവിൽ നിന്ന് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഷെഡ്യൂളിംഗ് പർപ്പസിന് വേണ്ടി ആ പ്രോസസ്സിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഈ ഷെഡ്യൂളർ വഴിയാണ് നടക്കുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ഷെഡ്യൂളേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വന്ന് മൊത്തം 3 ടൈപ്സ് ഓഫ് ഷെഡ്യൂളേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ലോങ് ടേം ഷെഡ്യൂളർ. ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ജോബ് ഷെഡ്യൂളർ എന്ന് പറയും. ഇത് ജോബ് പൂളിൽ നിന്ന് പ്രോസസ്സ് സെലക്ട് ചെയ്തിട്ട് ഇറ്റ് ലോഡഡ് ടു ദ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. എന്തിനാണ്? എക്സിക്യൂഷന് വേണ്ടി. അതാണ് ലോങ് ടേം ഷെഡ്യൂളർ ചെയ്യുന്നത്. സോ ലോങ് ടേം ഷെഡ്യൂളർ എന്ത് ചെയ്യും? ആദ്യം ജോബ് പൂളിൽ നിന്ന് പ്രോസസ്സ് സെലക്ട് ചെയ്ത് മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഷെഡ്യൂളർ ഷോർട്ട് ടേം ഷെഡ്യൂളർ. അപ്പോൾ എന്താണ് ഈ ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് നോക്കാം. ഷോർട്ട് ടേം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളർ എന്ത് ചെയ്യുന്നതാണ്? മെയിൻ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സ് സെലക്ട് ചെയ്യും. എന്നിട്ട് CPU അലോക്കേറ്റ് ചെയ്യും എക്സിക്യൂട്ടിംഗ് ദ ജോബിന് വേണ്ടി. CPU എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ. ഈ 2 ഷെഡ്യൂളർ, അതായത് ലോങ് ടേം ഷെഡ്യൂളറും ഷോർട്ട് ടേം ഷെഡ്യൂളറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രീക്വൻസി ഓഫ് എക്സിക്യൂഷനിൽ വരുന്ന വേരിയേഷനാണ്. അതായത് ഷോർട്ട് ടേം ഷെഡ്യൂളർ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിരിക്കും. അതായത് CPU ഷെഡ്യൂളിൽ നിന്ന് കുറച്ചും കൂടി ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ CPU ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എന്താ? അതിനൊരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ കാണും. അങ്ങനെയാണെങ്കിൽ CPU എന്ത് ചെയ്യും? മസ്റ്റ് സെലക്ട് ദ നെക്സ്റ്റ് പ്രോസസ് ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ത് ചെയ്യും? ക്വിക്കായിട്ട് സെലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ CPU ഷെഡ്യൂളിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ ലോങ് ടേം ഷെഡ്യൂളർ ആണെങ്കിൽ എക്സിക്യൂട്ട്സ് മച്ച് ലെസ് ഫ്രീക്വൻസിയാണ് അതിനുള്ളത്. കാരണം ദ ലോങ് ടേം ഷെഡ്യൂളർ കൺട്രോൾസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. അതായത് നമ്പർ ഓഫ് പ്രോസസ്സ് ചെയ്യുന്നത് മെമ്മറിയുടെ നമ്പർ ഓഫ് പ്രോസസ്സ് ഒരുപാട് മെമ്മറി ബേസ്ഡ് ചെയ്താണ് അവിടെ ഷെഡ്യൂളിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? കൺട്രോൾ ഓഫ് ദ ഡിഗ്രി ഓഫ് ദ മൾട്ടി പ്രോഗ്രാമിംഗ് നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് ടേം ഷെഡ്യൂളർ എന്തായിരിക്കും? ലെസ് ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാനുള്ള മീഡിയം ടേം ഷെഡ്യൂളർ എന്താണെന്നാണ്. ചില സിസ്റ്റത്തിൽ ലോങ് ടേം ഷെഡ്യൂളർ ആബ്സെൻ്റ് അല്ലെങ്കിൽ മിനിമൽ ആയിരിക്കും, കുറച്ചേ കാണുള്ളൂ. എക്സാമ്പിളാണ് ടൈം ഷെയറിംഗ് സിസ്റ്റം പോലത്തെ യുണിക്സ് പോലുള്ള ടൈം ഷെയറിംഗ് സിസ്റ്റത്തിൽ ലോങ് ടേം ഷെഡ്യൂളർ കാണില്ല. അതുകൊണ്ട് ഒരു അഡീഷണൽ ഷെഡ്യൂളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് മീഡിയം ടേം ഷെഡ്യൂളർ. ഇറ്റ് റിമൂവേഴ്സ് ദ പ്രോസസ് ഫ്രം ദ മെമ്മറി. ഈ മീഡിയം ടേം ഷെഡ്യൂളർ മെയിൻലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സിനെ റിമൂവ് ചെയ്യും. എന്തിനാണ്? പെർഫോമൻസ് റീസൺ കാരണമാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കുറയും. ഇറ്റ് റെഡ്യൂസസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. Later on, this process may be put into the memory again and its execution can be again started from where it was left off. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല മീഡിയം ടേം ഷെഡ്യൂളർ വരുമ്പോൾ ഒരു അഡീഷണൽ ഷെഡ്യൂളറാണ് ഈ മീഡിയം ടേം ഷെഡ്യൂളർ. അതെന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്ന് പ്രോസസ്സിനെ റിമൂവ് ചെയ്യും. എന്തിനാണ്? മൾട്ടി പ്രോഗ്രാമിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ആ സമയത്ത് എന്ത് ചെയ്യും? വീണ്ടും ഈ റിമൂവ് ചെയ്ത പ്രോസസ്സിനെ വീണ്ടും കൊണ്ട് മെമ്മറിയിലിടും. മെമ്മറിയിൽ ചെന്നിട്ട് എവിടെ നിന്നാണോ എക്സിക്യൂഷൻ കട്ട് ഓഫ് ചെയ്തത് അവിടെ നിന്ന് തന്നെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ദിസ് പ്രോസസ് ഓഫ് മൂവിങ് എ പ്രോസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ മെമ്മറി. അതായത് ഈ ഒരു പ്രോസസ് ഓഫ് മൂവിങ് ദ മെമ്മറിയിൽ നിന്ന് പ്രോസസ്സ് പുറത്തോട്ടോ അകത്തോട്ടോ മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്വാപ്പിംഗ്. അപ്പോൾ മീഡിയം ടേം ഷെഡ്യൂളറിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്വാപ്പിംഗ്. സ്വാപ്പിംഗ് എന്താണെന്ന് 3 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് സ്വാപ്പിംഗ് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മൂവിങ് എ പ്രോസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ മെമ്മറി. മെമ്മറിയിൽ നിന്ന് പുറത്തോട്ടും അകത്തോട്ടും പ്രോസസ്സിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്വാപ്പിംഗ്. ഓക്കെ,
Sometimes swapping becomes essential to deal with the situation when a running process requests more RAM. ഇപ്പം ഒരു റണ്ണിങ് പ്രോഗ്രാം കൂടുതൽ റാം റിക്വസ്റ്റ് ചെയ്ത ആ സമയത്ത് എന്താണ് സ്വാപ്പിംഗ് ഭയങ്കര എസെൻഷ്യൽ ആയിരിക്കും. ഈ സിറ്റുവേഷൻ, അതായത് റണ്ണിങ് പ്രോസസ്സ് ഒരുപാട് റാം റിക്വസ്റ്റ് ചെയ്താൽ ആ സമയത്ത് സ്വാപ്പിംഗ് വളരെ എസെൻഷ്യൽ ആയിരിക്കും. It can be given by moving a ready process to the disk and making the RAM available to the requesting process. അതായത് ഇപ്പം അങ്ങനെ മോർ റിക്വസ്റ്റ് റാമിന് വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം, സ്വാപ്പിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാം, റെഡി പ്രോസസ്സിനെ ഡിസ്കിലോട്ട്, അതായത് it can be given by moving a ready process to the disk and making the RAM available to the requesting process. നമ്മളൊരു റെഡി പ്രോസസ്സിനെ ഡിസ്കിലോട്ട് മാറ്റുകയും ആ റാമിനെ എന്ത് ചെയ്യും, റിക്വസ്റ്റിംഗ് പ്രോസസ്സിന് അവൈലബിൾ ആക്കുകയും ചെയ്യും. The main function of the medium-term scheduler is to perform swapping and swap-out process. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഈ മീഡിയം ടേം ഷെഡ്യൂളറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സ്വാപ്പിംഗ് ആൻഡ് സ്വാപ്പിംഗ് ഔട്ട് ഓഫ് ദ പ്രോസസ് ആണ്. അതായത് പ്രോസസ്സിനെ സ്വാപ്പ് ഇൻ ചെയ്യുക, സ്വാപ്പ് ഔട്ട് ചെയ്യുക. ഓക്കെ, സ്വാപ്പിംഗ് ഈസ് നെസസറി ടു ഇംപ്രൂവ് ദ പ്രോസസ് മിക്സ്. പ്രോസസ് മിക്സിനെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു നെസസറി തിങ് ആണ് സ്വാപ്പിംഗ്. ഓൾ വെർഷൻസ് ഓഫ് വിൻഡോ OS യൂസസ് സ്വാപ്പിംഗ്. വിൻഡോ OSൻ്റെ എല്ലാ വെർഷനിലും സ്വാപ്പിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്വാപ്പിങ്ങിൻ്റെ ഒരു ഫിഗർ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് വെയിറ്റിംഗ് ക്യൂസ് വന്നിട്ടുണ്ട്. അത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ട് ഒരു റെഡി ക്യൂ വന്നിട്ടുണ്ട്. റെഡി ക്യൂവിൽ ദ പ്രോസസ്സ് വരികയാണ്. അത് സ്വാപ്പ് ഇൻ ചെയ്യുമ്പോൾ എന്താവും, പാർഷ്യലി എക്സിക്യൂട്ടഡ് സ്വാപ്പ് ഔട്ട് ദ പ്രോസസ്സ് ആവും. സ്വാപ്പ് ഔട്ട് വഴി CPUവിൽ എൻഡ് ആവും. ഇപ്പോൾ അത് സ്വാപ്പ് ഇൻ ചെയ്യുമ്പോൾ അതെന്താ, ഞാൻ പറഞ്ഞ റെഡി ക്യൂവിൽ പോകും, റെഡി ക്യൂവിൽ CPUവിലോ എൻഡ് ആവും. ഇപ്പോൾ അത് സ്വാപ്പ് ഔട്ടാണ് CPU എന്ന് പറയണമെങ്കിൽ അതെന്താ, വീണ്ടും റെഡി ക്യൂവിൽ വന്ന് വീണ്ടും ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്ത് വെയിറ്റിംഗ് ക്യൂവിൽ വന്നിരിക്കും. സോ ഇതാണ് സ്വാപ്പിംഗ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കണ്ടസ്റ്റ് സ്വിച്ച് അല്ലെങ്കിൽ കോണ്ടസ്റ്റ് സ്വിച്ച് എന്ന് പറയാം. Switching the CPU to another process requires saving the state of the old process and loading the saved state for the new process. അതായത് CPU ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്യുന്ന അതിനാണ് അത് ബൈ സേവിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഓൾഡ് പ്രോസസ്സ്. അതായത് പഴയ പ്രോസസ്സിൻ്റെ എന്താ സ്റ്റേറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഈ CPU എന്ത് ചെയ്യുന്നത്, മറ്റൊരു പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്യുന്നത്. ആ ഒരു സ്വിച്ചിങ് ഓഫ് ദ അതിന് പറയുന്ന പേരാണ് കണ്ടസ്റ്റ് സ്വിച്ച് എന്ന് പറയും. അതായത് സ്വിച്ചിങ് ദ CPU to another process requires saving the state of old process and loading the saved state for the new process. This process is known as contest switch. When a contest switch occurs, the kernel saves the context of the old process in its PCB and loads the saved context of the new process scheduled to run. Contest switch time is pure overhead because the system does no useful work while switching. സ്വിച്ചിങ് സമയത്ത് ഒരു യൂസ്ഫുൾ വർക്കും സിസ്റ്റം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ കണ്ടസ്റ്റ് സ്വിച്ച് ടൈം എന്നുള്ളത് പ്യുവർ ഓവർഹെഡ് ആണ്. ഇറ്റ്സ് സ്പീഡ് വേരീസ് ഫ്രം മെഷീൻ ടു മെഷീൻ ഡിപ്പെൻഡിങ് ഓൺ ദ മെമ്മറി സ്പീഡ്. മെമ്മറി സ്പീഡിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, മെഷീൻ ടു മെഷീൻ വേരി ചെയ്യും. The number of registers that must be copied and the existence of the special instructions such as a single instruction to load or store all registers. Contest switch times are highly dependent on hardware support. ഹൈലി ഡിപ്പെൻഡഡ് ആണ്, അതുപോലെ ഒരു ഹാർഡ്വെയർ സപ്പോർട്ട് കൂടിയാണ് കണ്ടസ്റ്റ് സ്വിച്ച് ടൈംസ് ഉള്ളത്. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ള പ്രോസസ് ക്രിയേഷൻ എന്താണ് അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.